ഒന്ന് പറഞ്ഞു പറയിപ്പിച്ച ഫീൽ ഉണ്ടോ? ഏയ് ഇല്ലല്ലോ. ഇന്ന് വിഷ്ണു ഓഫീസിൽ പോകുന്നൊരു ദിവസമാണേ. പുള്ളിക്ക് ഇഷ്ടമുള്ളൊരു സാലഡാണ് ലഞ്ച്. അത് എടുത്തു വെക്കുന്നതിനെ പറ്റിയായിരുന്നു ആ ഡിസ്കഷൻ. ഇപ്പൊ കുറച്ചായിട്ട് ഇവിടെ ഒരു വെയിലും വെളിച്ചമൊക്കെ ഉണ്ട്. എന്നാ പിന്നെ ഗാർഡനിലെ കുറച്ച് വൃത്തിയിടെങ്കിലും ഒന്ന് മാറ്റാന്ന് വിചാരിച്ച. പക്ഷെ കാണുന്ന പോലെയല്ല, ഐസാ മുറ്റത്ത് നല്ല തണുപ്പുണ്ട്. നല്ല ചൂട് ഗോതമ്പ് ദോശയും എരിവുള്ള തേങ്ങാ ചട്നിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. ഇനി ഒരു പ്രോട്ടീൻ റിച്ച് സാലഡും കൂടെ ഉണ്ടാക്കി വെച്ച് തൽക്കാലത്തേക്ക് നമുക്ക് കിച്ചൺ ക്ലോസ് ചെയ്യാം. ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ജിമ്മിൽ പോയിട്ട് നല്ല ഹെവി വെയിറ്റ്സ് എടുക്കുന്നവർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ് പ്രോട്ടീൻ എന്ന്. അതൊരു വലിയ തെറ്റിദ്ധാരണയായിരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ദിവസത്തിൽ ഒരു നേരെങ്കിലും കുറച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്ന് കഴിക്കാറുണ്ട്. വർഷാവർഷം ഉണ്ടാവുന്ന മസിൽ ലോസിന്റെ ഭാഗമായിട്ടാണ് കുറച്ച് പ്രായമായിട്ട് വരുമ്പോൾ നമുക്ക് വരുന്ന സന്ധിവേദന, മുട്ടുവേദന എന്നൊക്കെയാണല്ലോ വിദഗ്ധന്മാർ പറയുന്നത്. ചെറിയ വെയിറ്റ്സ് വെച്ചിട്ടുള്ള മസിൽ ട്രെയിനിങ്ങും അതിൻ്റെ ഒപ്പം പ്രോട്ടീൻ ഭക്ഷണത്തിൽ കുറച്ച് കൂട്ടുക എന്നുള്ളതുമാണ് നമുക്ക് നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ. മുളപ്പിച്ച ചെറുപയറിലും കടലയിലും ഒക്കെയുള്ള പ്രോട്ടീൻ അതിന് ഞാനായിട്ട് പറയണ്ടല്ലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളെല്ലാം ആഡ് ചെയ്യുക. കയ്യിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യുക കേട്ടോ. മുളപ്പിച്ച ചെറുപയറും കടലയും മല്ലിച്ചപ്പും പിന്നെ ഉപ്പ്, കുരുമുളക്, ചാറ്റ് മസാല, നാരങ്ങ നീരും കൂടെ ചേർത്ത് നല്ലോണം ഇളക്കി അങ്ങോട്ട് കഴിച്ചാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ടേസ്റ്റി ആൻഡ് ക്രഞ്ചി സാലഡ് ഇവിടെ റെഡി. ആ കറുമുറും ശബ്ദം കേട്ടോ? ചേച്ചിക്കും തരിക. ചേച്ചിക്കും